ഓ കണ്ടില്ലേ, ഓ ജസ്റ്റ് എന്താ നോക്കണേ, അവൻ പോയി ഇടിച്ച്. ഓ നേരെ കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഓ എഡിഷൻ ഉണ്ടായത് എക്സ്പെഷ്യലി ഫോർ റേസിങ്ങിന് വേണ്ടി. ആ 165 കാറ്റഗറിയിൽ വണ്ടി ഇറക്കി യമഹക്കിട്ട് കൊടുക്കാൻ വേണ്ടി ടി വി എസ് ചെയ്ത ഒരു മത്താപ്പ എന്നത്. ഓ സ്റ്റെബിലിറ്റി ചെക്ക്, ഓ എന്ത് സ്റ്റേബിളാ നോക്ക്. ഷോർട്ട് വീൽ ബേസ് വണ്ടിയാണ്, പക്ഷെ എന്ത് സ്റ്റേബിളായിട്ടാണ് പോകുന്നത്. കൂടി കണ്ട സ്ലിപ്പർ കച്ചലുണ്ട്, അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ്, റിയർ വീൽ ലോക്കിംഗ് ഇല്ല, ഹോപ്പിംഗ് ഇല്ല, സ്മൂത്ത്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളപ്പോൾ ദ ബ്രാൻഡ് ന്യൂ ടി വി എസ് ആർട്ടിയ 200 ആട്ടോ വിത്ത് ഒരു അപ്സൈഡ് ഡൗൺ ഫോർ ഗോൾഡൻ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. ഇത് ഫ്രണ്ട് വീലിൻ്റെ കളറും മാറ്റിയുണ്ട്, പെറ്റൽ ഡിസ്കും സെറ്റപ്പുമാണ്. കൊള്ളാം. 2025 എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്തേക്കാം, പക്ഷെ നമുക്ക് LED DRL ഹെഡ് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് കൊള്ളാം അല്ലേ. പഴയ പോലത്തെ സിമിലർ ഹെഡ്ലൈറ്റ് ഡിസൈനൊക്കെ തന്നെ കൊടുത്ത്, പക്ഷേ ഓവറോൾ കൊള്ളാം. പണ്ട് BS4 അതിൻ്റെ DRS ഇവിടെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പിരികം പോലെയാണ്, കാണാത്ത സെറ്റപ്പ് അല്ലെന്ന് പറയുമ്പോഴേക്ക് അവരൊരു മീശ പോലെ കൊടുത്തിട്ടോ. ആവശ്യത്തിലുള്ള ഇലൂമിനേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ് ലാമ്പ് സിസ്റ്റം ഉണ്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് 90 സെക്ഷൻ ആണ് കേട്ടോ. നോൺ റേഡിയൽ ടയർ 90 17 സെക്ഷൻ ടയർ 17 ഇഞ്ചാണ്. ഡിസ്ക്രോട്ടറിൻ്റെ സൈസ് നോക്ക്, 270 mm ഡിസ്ക്രോട്ടർ കൊടുത്തേക്കുന്ന ഒരു ആക്സിയൽ കാലിപ്പർ, റബ്ബർ ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. ചേഞ്ച് 37 mm നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കൊടുത്തത്. ടി വി എസ് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. എൻഡ്യൂറൻസ് ആക്കി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പ് കൊള്ളാല്ലേ. ഫ്രണ്ട് വീൽ റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ C8 സൂം ടയറാണ് കേട്ടോ കൊടുത്തത്. അത്രയും മാത്രം സെറ്റപ്പുള്ള ടയർ ഒന്നുമില്ല, പക്ഷേ കമ്മ്യൂട്ടിങ് എവറി ഡേ യൂസിന് വലിയ സീനില്ല. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടി വി എസിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഡബിൾ ക്രെഡിൽ ഫ്രെയിം അടിയത്തെ പോർഷൻ അവർ റിമൂവ് ചെയ്ത് മാറ്റിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നല്ല റിജിഡ് ആയിട്ടുള്ള ഷാസി ആണ് കൊടുക്കുന്നത്. നല്ല ഫീഡ്ബാക്ക് ഓൺ ദ റേസ് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഷാസി എഴുതി കൊടുത്തിരിക്കുന്ന നല്ല ഹാൻഡ്ലിംഗ് ഓൺ ദ റേസ് ട്രാക്ക് ആണെങ്കിൽ ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സ്പീരിയൻസ് ഓൺ ദ റേസ്. ഞാൻ കുറേ റേസ് ട്രാക്കിൽ റേസ് വരെ ഓടിച്ച് ജയിച്ച ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. കേരളത്തിലോട്ട് ഫസ്റ്റ് മീഡിയ കപ്പ് കൊണ്ടുവരാൻ സഹായിച്ച ഈ മോട്ടോർ സൈക്കിളാണ്. പിന്നെ ഇതിൻ്റെ എൻജിൻ കണ്ടില്ലേ, ഒരു 197cc എയർ ഓയിൽ കൂൾഡ് എൻജിനാണ് കേട്ടോ. ഓയിൽ കൂൾഡർ അവിടെ, ഓയിൽ കൂൾഡർ കാണാനില്ല. അത് കണ്ടില്ലേ, ഫ്രണ്ടിൽ കണ്ടില്ലേ ഫ്രണ്ടിൽ വെച്ചേക്കുന്നുണ്ടല്ലേ. ഓയിൽ കൂൾഡ് എൻജിനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 20 ഹോഴ്സ് പവർ 17.28 Nm ഓഫ് ടോർക്ക്. BS4 വെച്ച് നോക്കുമ്പോഴേക്കും BS6 കുറച്ചൊന്ന് പവർ ഡ്രോപ്പ്, ഒരു 0.3 Nm ഓഫ് ടോർക്ക് കുറവുണ്ടായിരുന്നു. പക്ഷേ അത് ടി വി എസ് നന്നായി ട്യൂൺ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്തെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഓവർ ദ ഇയേഴ്സ് ഇത് ടി വി എസ് കുറച്ചും കൂടി ഫൈൻ ട്യൂൺ ചെയ്ത് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ OBD2B കംപ്ലയൻറ്റും കൂടിയായിട്ടോ. അങ്ങനെ പുതിയ ലേറ്റസ്റ്റ് എമിഷൻ നോംസ് മീറ്റൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ചധികം മത്താപ്പ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, പക്ഷേ കമ്പനിക്ക് ഇപ്പോൾ മോട്ടോർ സൈക്കിൾസ് പുതിയ മാനുഫാക്ചറിങ് ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ റൈഡർ ഫുഡ് പാക്ക് ഉണ്ട്, ഇനഫ് ഓഫ് പാഡിങ് കൊടുത്തിട്ടുണ്ട്. ആ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പാഡിങ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പോർഷൻ റേസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. റേസ് ആയി നമ്മൾ കോർണറൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോൾസ് ഓഫ് ദ ഫീറ്റ് ഈ പോർഷനിൽ വെച്ചാൽ ഞാൻ ഓടിക്കും. അപ്പോൾ എനിക്ക് ചെറിയൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ്. സോ ഇതിൻ്റെ ഞാൻ എപ്പോഴും റിമൂവ് ചെയ്ത് മാറ്റും. മാത്രമല്ല ഇതിൻ്റെ അടിയത്തെ ആ ഫീലേഴ്സില്ലേ അതുവരെ ഞാൻ റിമൂവ് ചെയ്ത് മാറ്റും കേട്ടോ. പിന്നെ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ആക്സലറേഷൻ ആണ് കേട്ടോ. 0 to 100 11.7 സെക്കൻഡ്സിലാണ് ഇത് അച്ചീവ് ചെയ്യുന്നത് കേട്ടോ. സെറ്റപ്പ് ഉള്ളതല്ലേ. പിന്നെ എക്സോസ്റ്റ്, ഈ സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സോസ്റ്റ് നോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. കണ്ടില്ലേ, അണ്ടർനീത്ത് എഞ്ചിൻ റൂട്ട് ചെയ്ത് വന്നിട്ട് കണ്ടില്ലേ എക്സോസ്റ്റ്, ട്വിൻ എക്സിറ്റ് എക്സോസ്റ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയറത്തെ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. റിയർ മോണോഷോക്ക് എല്ലാം കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡാണ്. അത് ബെറ്റർ ഹാൻഡ്ലിങ്ങിന് വേണ്ടി ടി വി എസ് തോന്നുന്നത്. റേസ് ട്രാക്ക്, ഗോ കാർട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ, ചുരത്തൊക്കെ ഓടിക്കുകയാണെങ്കിൽ, അതിരപ്പള്ളിയൊക്കെ പോയി ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സെറ്റപ്പാണ് കേട്ടോ. മാത്രം എൻ്റെ സീറ്റ് കണ്ടിട്ട് നല്ല പാഡിങ് ഉള്ള സീറ്റ്സ്, ആ പെർഫെക്റ്റ്ലി കാർഡും കൂടിയായിട്ട് ഇങ്ങനത്തെ സെറ്റപ്പ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഹഗ് ചെയ്യാൻ വേണ്ടി, ടാങ്ക് ഹഗ് ചെയ്യാൻ വേണ്ടി ഉള്ള സെറ്റപ്പാണ് കൊടുത്തേക്കുക. അതിരിക്കുമ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എർഗണോമിക്സ് ഇരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ റിയർ ഡിസൈൻസ് ഒന്നും വലിയ ചേഞ്ച് ഓവർ ദി ഇയേഴ്സ് ഒന്നും വന്നിട്ടില്ല. റിയറും ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് അത് മാറ്റിയിട്ട് പ്രോപ്പർ LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്താൽ സെറ്റപ്പ് ആയതിന്. പിന്നെ ബാക്കിലും പെറ്റൽ ഡിസ്ക് റോട്ടറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടിയ മാത്രം എൻ്റെ കാലിപ്പറിന് ഒരു കവർ ഇപ്പോഴായിട്ട് ടി വി എസ് മോട്ടോർ സൈക്കിൾസിന് കൊടുക്കാറുണ്ട്. കുറച്ച് നാളായിട്ട് കണ്ടത് ഇതിങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റി, ഈസി ടു റിമൂവ് ആണ്, അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലാണ് ചെളിയൊക്കെ തെറിക്കുന്ന നമ്മുടെ കാലിപ്പർ ക്ലീൻ ആയിട്ട് ഇരിക്കുമെന്നാണ് ടി വി എസ് പറയുന്നത് കേട്ടോ. അയ്യോ തെളിച്ചിരിക്കുന്നില്ലല്ലോ, പണി ഇരുന്ന് സെറ്റപ്പ്. ഇത് കൊള്ളാലോ, ഇത് നമ്മുടെ വണ്ടിയിലെടുത്ത് വെച്ചാലേ. പിന്നെ മഴയത്ത് ഓടിക്കുമ്പോൾ അധികം ചെളി തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിംഗിൾ സൈഡാണ്, അല്ല ട്വിൻ സൈഡറായിട്ടുള്ള ടയർ ഹഗ്ഗറും കൊടുത്തിട്ടുണ്ട്. നോർമൽ റെക്ടാങ്കുലർ ബോക്സ് ആയിട്ടുള്ള ആ സ്വിങ് ആമായിട്ട് കൊടുത്തത് അത്ര സെറ്റപ്പ് ട്യൂബിൽ ആയിട്ടുള്ള ഒരു സ്വിങ് ആമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹൈ എൻഡ് ഒന്നുമില്ല, സാധാ സെറ്റപ്പാണ്, ക്രോസ് കട്ടിങ്ങിൻ്റെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഒരു മെയിൻ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പ്രോക്കറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഗിയറിംഗ് ആട്ടോ. ഫ്രണ്ടിൽ 14 ബാക്കിൽ 42 ടീത്ത് സ്പ്രോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഷോർട്ട് ഗിയറിങ്, സിറ്റിയിലൊക്കെ അക്രമം കാണിക്കുക, ഓൺ ദ ഗോ കാർട്ടിലൊക്കെ അക്രമം കാണിക്കുക, ഹയർ ഗിയറിൽ ലോവർ സ്പീഡ്സിൽ ആദ്യം ഗിയർ ചേഞ്ച് ചെയ്യാണ്ട് ഓടിക്കാൻ പറ്റിയ അടിപൊളി സിറ്റി മോട്ടോർ സൈക്കിളാണ് കേട്ടോ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സാണ്. ഒരു ഇൻഡിക്കേഷൻ കൊണ്ട് 1 down 4 up ആണ്. പിന്നെ ഇതിനൊരു റേസ് ടൂൺ സ്ലിപ്പർ കച്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സെറ്റപ്പ്. അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന റിയർ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നുമില്ല. കൊള്ളാം അല്ലേ? പിന്നത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കണ്ട ഒരു കുട്ടി LCD ഡിസ്പ്ലേ കൊടുത്താണ്. ടാക്കോമീറ്റർ ഉണ്ട്, ചേഞ്ചസ് ഒന്നുമില്ല, പഴയ പോലെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അങ്ങനത്തെ കുറച്ച് മത്താപ്പ് സെറ്റപ്പ് ഒക്കെ കിട്ടും. എത്ര കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. കുറേ മത്താപ്പ് സാധനങ്ങൾ കിട്ടും. മാത്രമല്ല ഫോണിൻ്റെ സെൻസർ വെച്ചിട്ട്, ഗൈറോ സെൻസർ വെച്ചിട്ട് എത്ര വണ്ടി ലീനായി എന്നൊക്കെ കാണിക്കണം മത്താപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 റൈഡിങ് മോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ, സ്പോർട്ട്, റെയിൻ, എർബൻ മോഡിൽ, റെയിൻ മോഡിൽ GT എൻ്റെ ഫസ്റ്റ് 2 ഗിയേഴ്സിൽ സിറ്റിയിൽ ഓടിക്കുമ്പോൾ അത് കുറച്ച് RPM റേസ് ചെയ്ത് വെക്കും കേട്ടോ. ഇങ്ങനെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്, അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫ്യൂലിംഗ് കൊടുത്തിട്ട് അത് RPM കയറ്റി വെക്കും. അപ്പോൾ നമുക്ക് ക്ലച്ച് റിലൈ ചെയ്തോ അധികം ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലാണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ ഹെവി ട്രാഫിക്കിലൊക്കെ ഓടിച്ചു നടക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ 3 മോഡ്സിൽ പവറിൽ അത്രമാത്രം ചേഞ്ച്, റെയിൻ മോഡിൽ കുറച്ചൊരു പവർ ഡ്രോപ്പ് പോലെ ഫീൽ ചെയ്തിട്ട്, പക്ഷേ എർബൻ ആൻഡ് സ്പോർട്ട് മോഡിൽ നിങ്ങൾക്ക് നല്ല പവർ കിട്ടും കേട്ടോ. പിന്നെ മാക്സിമം പവറിൽ വലിയ ചേഞ്ചസ് ഇല്ല. ABSൻ്റെ സെൻസിറ്റിവിറ്റിയാണ് ഇത് പ്രോപ്പർലി അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സ്പോർട്ട് മോഡിലാണ് ABS ലീസ്റ്റ് ഇൻട്രൂസീവ് ആയിട്ടുള്ള, ബ്രേക്ക് കയറി പിടിച്ചാൽ പെട്ടെന്ന് ABS കിക്കിൻ ആയില്ല. റെയിൻ മോഡിലും എർബൻ മോഡിലും ABS ഭയങ്കരമായിട്ട് ഇൻ്റർവീൻ ചെയ്യും. ഏറ്റവും കൂടുതൽ ഇൻ്റർവീൻ ചെയ്യുന്ന ഈ കാണുന്ന റെയിൻ മോഡിലാണ്. മഴയത്ത് സ്ലിപ്പറി സർഫസിലൊക്കെ നിങ്ങൾക്ക് ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ റെയിൻ മോഡ് ഇട്ട് ഓടിക്കുക. ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ എടുത്ത് ബിഗിനർ റൈഡറൊക്കെ ആണെങ്കിൽ റെയിൻ മോഡിലിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എർബൻ മോഡിൻ്റെ സിറ്റി ഇട്ടൊക്കെ ഓടിക്കുക. എന്നിട്ട് അക്രമം കാണിക്കുക, സ്പോർട്ട് മോഡിലിട്ട് ഓടിക്കുക. അപ്പോൾ ഇതിലായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ബ്രേക്കിംഗ് ഫീലും ഫീഡ്ബാക്കൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ലെവേഴ്സിൻ്റെ ക്ലച്ച് ഓൺ ദ ലൈറ്റർ സൈഡാണ്, യാതൊരു സീനും ഇല്ല. നിങ്ങൾക്ക് 2 ഫിംഗേഴ്സ് വെച്ച് ഈസി ആയിട്ട് ഹെവി ട്രാഫിക്കിലാണെങ്കിൽ ലൈറ്റർ ക്ലച്ചാണ് വിത്ത് സ്ലിപ്പർ ക്ലച്ച്. അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ആയാൽ വരെ നിങ്ങൾക്ക് റിയർ വീൽ ലോക്കിങ്, ഹോപ്പിംഗ് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലാത്ത മോട്ടോർ സൈക്കിളാണ് കേട്ടോ. പിന്നെ ഈ ലെവേഴ്സൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ക്ലച്ച് ആൻഡ് ദ ബ്രേക്ക് ലെവർ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ റീച്ച് അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിരിക്കുന്ന മേജർ ചേഞ്ച് ഈ ഹാൻഡിൽ ബാറാണ് കേട്ടോ. നേരത്തെ ക്ലിപ്പ് ഓൺ ടൈപ്പ് ഹാൻഡിൽ ബാർസ് ആയിരുന്നു. ഓൺ ദ ടോപ്പ് ലൈറ്റിൽ നിന്ന് വന്നായിരുന്നു. ഈ ടോപ്പ് ലൈറ്റിൽ നിന്ന് ഹാൻഡിൽ ബാർ വന്നുകൊണ്ടിരുന്ന അത് മാറ്റി ഒരു പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രോഫോംഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. മിറേഴ്സൊക്കെ പഴയ പോലത്തെ സെയിം മിറേഴ്സാണ് കൊടുത്തത്. ആവശ്യത്തിലുള്ള വിസിബിലിറ്റി ഉണ്ട്. ഫ്യൂൽ ടാങ്ക് 12 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ടാങ്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫില്ലർ കണ്ടില്ലേ, ഓഫ് സെറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താണല്ലേ. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സാണ്. അത്ര ഹൈ ക്വാളിറ്റി ഗ്രിപ്സ് ഒക്കെ ഹൈ എൻഡ് ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല. ബഡ്ജറ്റ് ഇവിടെയൊക്കെയാണ് കോസ്റ്റ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അതൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കി, കുറച്ചും കൂടി പ്രീമിയം ഫീൽ കിട്ടിയത്. പിന്നെ കണ്ട ഇവിടെ RTR 200 ബാജിങ് കൊടുത്തിട്ടുണ്ട്. ആ ചെക്കേർഡ് ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ആ എംബ്ലം കണ്ടില്ലേ, റേസിംഗ് ത്രോട്ടിൽ റെസ്പോൺസ് എന്നാണ് ഈ RTRൻ്റെ ഫുൾ ഫോം. അതൊക്കെ കൊള്ളാം. ഒന്ന് ഇരുന്നും കൂടി കാണിച്ചുതരാം. കണ്ടോ, അതിൻ്റെ ഏകദേശം സീറ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 800 mm ആണ്. 790, 800 mm ഇടയിൽ അതിൻ്റെ സീറ്റായിട്ട് വരുന്നത്. ഞാൻ 5'8" ആണ്. എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവർ ദ ഇയേഴ്സ് ഈ പുതിയ മോഡൽ അപ്സൈഡ് ഡൗൺ ഫോർക്കും ഈ ഹാൻഡ് ബാറൊക്കെ മാറ്റിക്കൊണ്ട് വെയിറ്റ് കൂടി, 2 കിലോ വെയിറ്റ് കൂടി. ഏകദേശം 151 kgs അതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. കുറച്ച് വെയിറ്റ് കൂടുതലാണ്. പക്ഷേ ഇതിന് ഷോർട്ടർ വീൽ ബേസിൻ്റെ അഗ്രസീവ് ആയിട്ടുള്ള റേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഒരിക്കലും അറിയില്ല ഇതിന് വെയിറ്റുള്ള മോട്ടോർ സൈക്കിളാണെന്ന്. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് കണ്ട, കാല് കുറച്ച് ബാക്കിലോട്ടാണ് വെച്ചിരിക്കുന്ന. ഹാൻഡ് ബാർ അപ്രൈറ്റ് ആണെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കണം. ഒരു പ്രോപ്പർ സ്പോർട്ടി പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടോളർ റൈഡേഴ്സ് സെറ്റാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവാണ് കേട്ടോ. കണ്ടു, ഇപ്പോൾ ഞാൻ 5'8", എനിക്ക് നോക്കി ഇത്ര ഗ്യാപ്പേ ഉള്ളൂ ടാങ്കും ഈ എൻ്റെ കാല് വെക്കുന്ന സ്ഥലം കൂടി. അപ്പോൾ കുറച്ചും ടോളർ റൈഡേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ കാല് ഇവിടെ വന്നതിന് അൺകംഫർട്ടബിളാണ്. കറക്റ്റ് ഒരു 5'9" അപ് ടു 5'10" വരെയുള്ളവർക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റുമോ. സീറ്റും കംഫർട്ടബിളാണ്, അത്ര പ്രശ്നമൊന്നുമില്ലാത്ത സീറ്റാണ്. ഇനി കുറച്ചും കൂടി കംഫർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് എടുത്ത് പാഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ കൊള്ളാം. കണ്ട, ടക്കിൻ പൊസിഷൻ കൊള്ളാം. കണ്ട, ഇത് ഫ്രം ദ റേസ് ട്രാക്ക്, ഇത് റേസിംഗ് ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചാൽ എത്രയാണ് ഇതിൻ്റെ റേക്ക് വെക്കേണ്ടത്, എത്രയാണ് ഇതിൻ്റെ വീൽ ബേസ് സെറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ മനസ്സിലാക്കിയത്. മാത്രം ഇതിൻ്റെ ഹാൻഡ് ബാർ സെറ്റപ്പ് തന്നെ നോക്ക്. അഗ്രസീവായിട്ട് ഫ്രണ്ടിലോട്ട് കിടന്ന് ഓടിക്കേണ്ട ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പോർട്ടി റൈഡിങ് ചെയ്ത് ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു അടിപൊളി മോട്ടോർ സൈക്കിളാണ്. സ്മൂത്ത് ആൻഡ് റിഫൈൻഡും കൂടിയായി. ഒന്ന് ഞാൻ കേൾപ്പിച്ചേട്ടാ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടാ, ഫ്യൂൽ പമ്പ് പ്രൈം ചെയ്യാനോ ശബ്ദം ഉണ്ട്, ബസ്സിങ് കേൾക്കുന്നത്. പ്രൈമായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് എന്ത് ഫ്രീ റവിങ്ങാ. കുറച്ച് അബവ് 6000 കണ്ടാ, 6000 RPM എത്തുമ്പോഴേക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. ഫുഡ് പാക്കിലാണെങ്കിൽ നമ്മൾ കാല് വെക്കുന്ന പോർഷനിലൊക്കെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. സിംഗിൾ സിലിണ്ടർ, അതിനുള്ള വൈബ്രേഷൻ ഉള്ളൂ.
പക്ഷെ അങ്ങനെ ഹാർഷ് ഹീറ്റിങ് ഹാർഷ് വൈബ്രേഷൻ ഒന്നും കേട്ടോ. അബൌട്ട് 9000 ആ റെഡ് ലൈൻ എത്തുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ബാറിൻ്റെ ഫുഡ് പാക്കിലൊക്കെ വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ ചാടി പറന്ന് നടക്കുന്ന മോട്ടോർ സൈക്കിളാണ്. ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഇൻ ദ സിറ്റി ആണെങ്കിൽ ഓൺ ദ റേസ് ആ ഗോ കാർട്ടിലൊക്കെ ഓടിക്കാൻ പറ്റുന്നൊരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. സെറ്റപ്പ് വേണ്ടി ഇത് അത്രയും കേബിളാണ്. ഈ CC കാറ്റഗറി കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദ RTR 200 ഡെലിവർ ചെയ്യുന്ന എൻ്റെ ഹാൻഡ്ലിങ്ങിലാണ്. എൻ്റെ പവർ ഡെലിവറി, എൻ്റെ ആക്സലറേഷൻ ആൻഡ് ദ ഹാൻഡ്ലിംഗ് ആണ് ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഹൈലൈറ്റ്. അത് എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. കൊള്ളാം, എർഗണോമിക്സ് ഇഷ്ടപ്പെട്ടു. പണ്ട് BS4 കാർബറേറ്റർ വേർഷൻ ഉണ്ടായപ്പോൾ അതിൽ നമ്മൾ റേസൊക്കെ ഓടിച്ചിട്ടോ. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആക്സലേഷനായി. ഇപ്പോൾ വന്നപ്പോഴേക്ക് ഈ എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് ഇവിടേക്ക് കണ്ട ആ ലോവർ RPM അത്രയും ഷാർപ്പില്ല. പണ്ടെന്ന് പറഞ്ഞാൽ പറന്നാണ് RPM കയറുന്നത്. കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ മീറ്ററിൽ ചെറിയൊരു പൊടിക്ക് ലാഗ് ഉള്ളതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ലാഗ് ഈ മീറ്ററിൻ്റെ ലാഗ് കൊണ്ടായിരിക്കാം. ഒന്ന് ഓടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. റെപ്രസെൻറ്റിങ് ഇന്ത്യ ഇൻ ഇൻ്റർനാഷണൽ റേസിംഗ് വരെ TVS ചെയ്യുന്നത് കേട്ടോ. അത് പ്രൗഡായിട്ടാണ് ഈ ഇന്ത്യൻ ഫ്ലാഗ് കാണിക്കുന്നത്. കൊള്ളാം അല്ലേ? നല്ല ബേസി ആ ലോ ആൻഡ് ഗ്രണ്ട് ഉള്ള ഒരു എക്സോസ്റ്റ് കൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. അധികം വൈബ്രേഷനും ഇല്ല. ലോവർ RPM ബിലോ 5000 RPM ഒന്നും യാതൊരു വൈബ്രേഷനും ഇല്ല. കൊള്ളാം അല്ലേ? ഇതിൻ്റെ പ്രൈസ് കൂടിയിരിക്കുന്നത് അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഹാൻഡിൽ ബാറൊക്കെ വന്നുകൊണ്ട് ചെറിയൊരു പ്രൈസ് ഹൈക്ക് വന്നിട്ട് ഒരു 5000 rupees ഓവർ ദ പ്രീവിയസ് മോഡൽ പ്രൈസ് കൂട്ടിയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1.55 lakhs എക്സ്ഷോറൂം കൊച്ചിയില. ഓൺ റോഡ് വരുമ്പോൾ ഈ മോഡൽ ടോപ്പ് എൻഡ് മോഡൽ വരുമ്പോഴേക്ക് ഏകദേശം 1.9594 lakhs ഓൺ റോഡ് കൊച്ചി എത്തും ഈ മോട്ടോർ സൈക്കിളിന്. ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? നമുക്ക് റൈഡ് പോയിട്ട് വരാം. ഇൻഡിക്കേറ്റർ ഇട്ട് മിറേഴ്സ് ചെക്ക് ചെയ്ത് ഒരു ഹെഡ് ചെക്കും ചെയ്ത്. ചെളിയിലാണല്ലോ, ചെളിയൊക്കെ തെറിച്ചു. ഓഹോ, എക്സോസ്റ്റ് ഓട്ട് കേട്ടില്ലേ? നല്ല ബേസി ആയിട്ട് എക്സോസ്റ്റ് നോട്ട് ആട്ടോ. ഇപ്പോഴും BS 6.2 എത്തിയിട്ട് ഇത്രയും ലൗഡായിട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയല്ലോ. സ്റ്റിൽ മീറ്റിംഗ് ദ റെഗുലേഷൻ വെച്ചിട്ട് കണ്ടാ ത്രോട്ടിൽ കൊടുക്കുമ്പോഴേക്കും ആ ശബ്ദം കേട്ടില്ലേ? സോ ഒന്ന് ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. കുഴപ്പമില്ല കേട്ടോ, അത്രയും സോഫ്റ്റ് അല്ല, ടു സോഫ്റ്റ് ഒന്നുമല്ല കേട്ടോ. എന്നാൽ ബ്രേക്ക് പിടിക്കാൻ ഫ്രണ്ട് ആൻഡ് ഡ്രൈവ് കൺട്രോൾഡ് ആണ്, നല്ല സെറ്റപ്പ്. സ്പോർട്ടിയാണ്. പിന്നെ ഹാൻഡിൽ ബാർ മാറ്റിയല്ലോ, ഇരിക്കുന്ന പൊസിഷൻ ഒക്കെ സ്പോർട്ടിയാണ്. അങ്ങനെ ഭയങ്കര അപ്രൈറ്റ് ഒന്നും കേട്ടോ. ഞാൻ ഫ്രണ്ടോട്ട് കുറച്ച് ലീൻ ചെയ്തിരിക്കുക. കൊള്ളാം. പക്ഷേ എനിക്ക് ആ ക്ലിപ്പ് ഓൺസ് ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. ആ ക്ലിപ്പ് ഓൺ വെച്ചിട്ട് ഞാൻ അക്രമം കാണിച്ചു ഒന്ന് റേസിൽ. ഞാൻ ഫസ്റ്റ് എവർ വിൻ ചെയ്തിരിക്കുന്ന റേസിൽ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് വിത്ത് RTR 200 ആയിരുന്നു. ഓ, എന്ത് കാലഘട്ടം എന്നത്. എത്ര ലീനായിട്ട് എത്ര അഗ്രസീവായിട്ട് ആ വണ്ടി ഓടിക്കാൻ പറ്റും, എത്ര നല്ല ഹാൻഡ്ലിങ്. ഈ ഡബിൾ ക്രെഡിറ്റ് ഫ്രെയിമിൻ്റെ പ്രത്യേകത നമുക്ക് ഒരിക്കലും ഈ റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞുതരാൻ പറ്റില്ല എത്രത്തോളം ഫീലിംഗ് കിട്ടുന്നുണ്ട്. ആ ഡബിൾ ക്രെഡിറ്റ് ഫ്രെയിം ആണെങ്കിലും ഇതിൻ്റെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്, ഇത് ഉപയോഗിച്ചൊക്കെ ടയേഴ്സ് ആണെങ്കിലും ടയേഴ്സ് കൊള്ളാട്ടോ. ഡീസൻ്റ്ലി ഗുഡ് ടയേഴ്സ് ഓൾസോ. ഈ പ്രൈസ് കൂടിയിട്ട് ഇപ്പോൾ ഏകദേശം 5,000 rupees എന്തോ കൂട്ടിയുണ്ട് ഫ്രം ദ പ്രീവിയസ് മോഡൽ. പക്ഷേ നോക്ക്, പഴയ മോഡലിന് ടെലിസ്കോപ്പിക് ഫോർക്ക് ആയിരുന്നു, പക്ഷേ അത് അഡ്ജസ്റ്റബിൾ ആയിരുന്നു കേട്ടോ. പ്രീലോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല സെറ്റപ്പ് സസ്പെൻഷൻ ആയിരുന്നു അന്നത്തെ. അത് വെച്ചിട്ടാണ് ഞാൻ ട്രാക്ക് റേസൊക്കെ ഓടിച്ചത്. ബ്രില്യൻറ്റ് മോട്ടോർ സൈക്കിൾ, വൺ ഓഫ് മൈ ഫേവറേറ്റ് മോട്ടോർ സൈക്കിൾസ് ഓഫ് ഓൾ ടൈമിൽ വരുന്ന വണ്ടിയാണ് ഈ RTR 200. ഒരു സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് റേസ് ജയിച്ചിരിക്കുന്ന RTR 200. ഓവർടേക്ക് ചെയ്യാൻ ഇനഫ് ഓഫ് പവർ ഉണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ്, അത് കുറേ ഒരു കുറ്റം പറയാണ്ട്. ഒരു ഫൈനൽ ഡ്രൈവ് റേഷ്യോ ഓഫ് 3 ആണ് വരുന്നത്. ഇതിൻ്റെ 5th ഗിയർ ഓവർ ഡ്രൈവ് ഗിയറിൽ, അതാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് 5th ഗിയറിൽ നമുക്കിങ്ങനെ 60-70 പോയാൽ യാതൊരു പ്രശ്നമില്ല. കണ്ടില്ലേ, ഒരു 5,000 RPM പോകുന്ന അറ്റ് 70. ഇതിൻ്റെ ബാക്കിലത്തെ സ്പ്രോക്കറ്റിൻ്റെ സൈസ് കുറയ്ക്കും. 2 ടീത്ത് കുറച്ചിട്ട് 40 ടീത്ത് ഇടാറുണ്ട്. അങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടി ടൂറിങ്ങിനൊക്കെ സെറ്റപ്പ് ആണ്. ഇതിപ്പോൾ ഭയങ്കര ആക്സലറേഷനാണ് വണ്ടി. സെറ്റപ്പ് ഒക്കെ നമ്മളിപ്പോൾ ഏർബൻ മോഡിലാണ് കേട്ടോ. ഏർബൻ മോഡിൽ GTT എന്ന് പറഞ്ഞ സാധനം കിട്ടും, ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ഗിയറേ ഉള്ളൂ. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ മത്താപ്പ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, കുറച്ചും കൂടി എക്സ്ട്രാ ഫ്യൂൽ ആഡ് ചെയ്യാൻ ലോവർ RPM. അപ്പോൾ RPM കുറച്ചൊന്ന് കയറ്റിയിരിക്കും. സിറ്റിയിലൊക്കെ ഓടിക്കാൻ എളുപ്പമുണ്ടോ. അത് ഞാൻ സിറ്റി എത്തിയിട്ട് കാണിച്ച GTT ഞാൻ പിന്നെ കാണിച്ചുതരാം. ഇപ്പോൾ നോക്കട്ടെ, 5th ഗിയർ 80 km/h, നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. എല്ലാ കാറ്റും നെഞ്ചത്തോളും
ഒരു വിൻസ്ക്രീനോ വിൻഷീൽഡോ ഒന്നുമില്ല, കാറ്റ് കൊണ്ട് ചില്ലായിട്ട് ഓടിക്കാട്ടോ. ചെറു മഴയുണ്ട്, എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന മോട്ടോർ 82-ലൊക്കെ 82 അബോവ് 6000 RPM എത്തുമ്പോഴാണ് ചെറിയൊരു വൈബ്രേഷൻ ഫുഡ് പാക്കിൽ ബാർ എൻഡിലൊക്കെ വരുന്നത് കേട്ടോ. അതിൻ്റെ അടിയിൽ സിറ്റിയിൽ ഓടിക്കാൻ അടിപൊളി മോട്ടോർ സൈക്കിളാണ്. ഓൺ ദ റേസ് ട്രാക്ക് അൺബിലീവബിളി, നിങ്ങൾ വിശ്വസിക്കില്ല ഇത്ര നല്ല ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഒരു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ R15 MT15 ഒക്കെ ജാപ്പനീസ് മോട്ടോർ സൈക്കിളാണ്, അത് നല്ല ഹാൻഡ്ലിംഗ് ആണ്. പക്ഷേ R15-ന് ഐ തിങ്ക് ഓൺലി ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ R15-യുടെ ഹാൻഡ്ലിങ്ങിനെ പിടിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് RTR 160 അല്ലെങ്കിൽ RTR 200 ആണ്. നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കാണാൻ പറ്റും. ഒരു സ്പെഷ്യൽ എഡിഷൻ TVS ഇറക്കിയിട്ടുണ്ടായിരുന്നു RTR 165 RP എന്ന് പറഞ്ഞാൽ. അതാകെ എന്തോ 200-300 വണ്ടികൾ മാത്രമേ ലോകത്തിൽ ഇറക്കിയിട്ടുള്ളൂ. അത് ആ റേസിന് ഹോമിലഗേഷൻ, ആ വണ്ടി നിങ്ങൾക്ക് റേസ് ചെയ്യണമെങ്കിൽ മിനിമം 300 അത്രയും സെറ്റ് നമ്പർ ഓഫ് മോട്ടോർ സൈക്കിൾസ് ഇറക്കണം, എന്നാൽ മാത്രമേ അത് റേസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി മാത്രം TVS-ന് ഉണ്ടായിരുന്നു യമഹേനെ പിടിക്കണം, യമഹ ഡോമിനേറ്റ് ചെയ്യുമോ ഇന്ത്യയിൽ, അതിനൊന്ന് അറിയിച്ചു കൊടുക്കണം. ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി TVS നഷ്ടത്തിലായാലും പോട്ടെ വിചാരിച്ച് ഒരു 300-200 വണ്ടി ഇറക്കി RP. അത് വെച്ചിട്ട് ടോപ്പിൽ ഫൈറ്റ് ചെയ്ത് നിന്ന ഒരു മോട്ടോർ സൈക്കിൾ വിത്ത് റേസ്, ചിരന്ത് എന്ന് പറഞ്ഞൊരു ചെറിയൊരു പയ്യനാണ്. ആ പയ്യൻ ഓടിച്ച റേസൊക്കെ അക്രമ റേസസ് ആയിരുന്നു കേട്ടോ. സീൻ റേസാണ്. ഒരു നേക്കഡ് മോട്ടോർ സൈക്കിള് ഫെയർഡ് ആയിട്ടുള്ള R15-യുടെ ഒപ്പം റേസിങ്ങിൽ ബാറ്റിൽ ചെയ്യുന്നു. അത്രയും ഹാൻഡ്ലിങ് സെറ്റപ്പ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രൗഡ് മൊമെൻറ്റ് ടു ബി എൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അതാണ്. ജാപ്പനീസ് അത്രയും കോൺഫിഡൻറ്റ്, അവരുടെ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ, അവരുടെ ബ്രേക്കിംഗ് ആണെങ്കിൽ, അവരുടെ ഷാസി ജോമെട്രിയിലൊക്കെ ആണെങ്കിൽ, അവരുടെ റിലയബിലിറ്റി ഒക്കെ പറയും. അതിനൊപ്പം ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ, ഒറ്റൊരു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. റോങ് സൈഡ് വരുന്നുണ്ടല്ലേ കോൺഫിഡൻസോടെ. അത് TVS ആയിരുന്നു. അത് TVS RTR 165 RP ആയിരുന്നു കേട്ടോ. 160 അല്ല 200 അല്ല, RP ഒരു എഡിഷൻ ഉണ്ടായിരുന്നു എക്സ്പെഷ്യലി ഫോർ റേസിങ്ങിന് വേണ്ടി. ആ 165 കാറ്റഗറിയിൽ വണ്ടി ഇറക്കി യമഹയ്ക്കിട്ട് കൊടുക്കാൻ വേണ്ടി TVS ചെയ്ത ഒരു മത്താപ്പായിരുന്നത്. എന്താ നോക്കണേ, നമ്മൾ ഫോർഡ് വേഴ്സസ് ഫെറാറിയിലൊക്കെ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഹിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങളാണ്, ഞാൻ ഡയറക്റ്റ് വിറ്റ്നസ് ചെയ്ത കാര്യങ്ങളാണ്. സെറ്റപ്പേ അതാണ്. TVS സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ടുള്ള വണ്ടിയാണ്, എക്സ്പെഷ്യലി ഇത് RTR 200. കഥ മാറിപ്പോയി മക്കളെ. അപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറി. 5th ഗിയറിൽ ഹയർ RPM പോകുമ്പോൾ വൈബ്രേഷൻ ഉണ്ട്, കണ്ടില്ലേ? ടക്കിൻ ചെയ്യാം. എനിക്ക് പഴയ റേസ് ഓടിച്ച് ഓർമ്മ, കുറച്ച് തടി വെച്ചു, പക്ഷേ എന്നാലും സ്റ്റിൽ സോ മച്ച് മെമ്മറീസ് ഉണ്ട്. വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ 6000, 6500, 7000 എത്തുമ്പോഴേക്കും വൈബ്രേഷൻ വണ്ടി അറിയിക്കും. അങ്ങനെ അത്ര റെവിൽ ഓടിക്കേണ്ട വണ്ടിയല്ല ഞാൻ. പക്ഷേ എൻ്റെ ഗിയറിങ് മാറ്റിയാൽ കുറച്ചുകൂടി ബെയറബിൾ ആവട്ടോ. കുറേ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്ത് ഇത് സ്ലിപ്പർ കച്ച ഉണ്ടല്ലോ, ഒരു റേസ് ട്യൂൺ സ്ലിപ്പർ കച്ച ആയിട്ടേ. ശരിയാ, അതുകൊണ്ട് അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൂടി റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ആക്സലറേഷനാണ്. എന്ത് സെറ്റപ്പ് ഉള്ള കേട്ടോ. കൊള്ളാം. 0 to 60 in 4 seconds അടിക്കുന്ന 0 to 100 ഏകദേശം 11.7 സെക്കൻഡ്സിലാണ് ഇത് അച്ചീവ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഹോഴ്സ് പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 197cc എയർ ഓയിൽ കൂൾഡ് എൻജിനാണ്. ഏകദേശം 20 ഹോഴ്സ് പവർ, 17.25 Nm ഓഫ് ടോർക്ക്. ഏകദേശം അത്രയൊക്കെയാണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. BS4 നല്ല പവർഫുൾ ആയിരുന്നു. BS4 വെച്ചാൽ ഞാൻ റേസ് ജയിച്ചത്. ഇതിൻ്റെ BS6 എത്തുമ്പോഴേക്ക് കുറച്ചൊന്നും ടോർക്ക് കുറച്ച്, എന്ന് പറഞ്ഞാൽ എമിഷനൊക്കെ മീറ്റ് ചെയ്യണമല്ലോ, അതിനുവേണ്ടി കുറച്ചൊന്ന് പവർ ഡീറ്റ്യൂൺഡ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ആക്സലറേഷൻ സെറ്റപ്പ് കണ്ടില്ല. 3rd ഗിയർ ഫുള്ളൊക്കെ കണ്ടില്ലേ, കൊള്ളാം. ഇൻ ദ സിറ്റി ലിമിറ്റ്സ്, വിത്തിൻ ദ സിറ്റി ആണെങ്കിൽ സെറ്റപ്പ് വണ്ടിയാണ്ട് ഓടിച്ചാൽ എവറി ഡേ ഓടിച്ചടക്കാൻ നിങ്ങൾക്കൊരു എക്സാക്ട്ലി നല്ല ഹാൻഡ്ലിങ്, ഗുഡ് ബ്രേക്കിംഗ്. ഇതിന് 270mm ഡിസ്ക് റോട്ടർ, ഡുവൽ ചാനൽ ABS ഒക്കെ, ഡീസൻറ്റ് ബ്രേക്കിംഗ് കേട്ടോ. കുറച്ചൊരു ബെറ്റർ, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു TVS-നോട് ബെറ്റർ ഒരു വലിയ ഡിസ്ക് റോട്ടർ കൊടുത്താൽ മരണ ബ്രേക്കിംഗ് ആയാലെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഹാൻഡ്ലിങ്ങിന് എഫക്റ്റ് ചെയ്യുന്നതാണ്. അൺസ്പ്രങ് വെയിറ്റ് കൂടും. അപ്പോൾ ട്രാക്കിൽ ഓടിക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിന് ആ ഹാൻഡ്ലിങ് കിട്ടില്ലെന്നാണ്. എങ്ങനെ ഇരിക്കുന്നത് അവരതാണ് മനസ്സിലാക്കുന്നത്. ഫോർ റേസിംഗ് ആണ് ഇത്, ചക്രം കാണിക്കാനുള്ള വണ്ടിയാന്ന് പറയാം. സ്റ്റെബിലിറ്റി ഒക്കെ എന്ത് സ്റ്റേബിളാ നോക്ക്. ഷോർട്ട് വീൽ ബേസ് വണ്ടിയാണ്, പക്ഷെ എന്ത് സ്റ്റേബിളായിട്ടാണ് പോകുന്നത്. കൊള്ളാം. ബ്രേക്ക് ഒരു കണ്ട, സ്ലിപ്പർ കച്ചലുണ്ട്, അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ്, റിയർ വീൽ ലോക്കിംഗ് ഇല്ല, ഹോപ്പിംഗ് ഇല്ല, സ്മൂത്ത്. ആ 5 സ്പീഡ് ഗിയർ ബോക്സ് ഈ ജാപ്പനീസ് ലെവൽ ഓഫ് റിഫൈൻമെൻറ്റ് ഒന്നുമില്ല കേട്ടോ. ജാപ്പനീസ് ലെവൽ ഓഫ് ആ സ്ലിക്ക് ഗിയർ ബോക്സ് സെറ്റപ്പ് TVS എത്തിയിട്ടില്ല.
അതും കൂടി എത്തിക്കഴിഞ്ഞാൽ സെറ്റപ്പാണ്. എൻജിൻ നല്ല സ്മൂത്താണ്. 200cc വൺ ഓഫ് ദ മോസ്റ്റ് സ്മൂത്തസ്റ്റ് എൻജിൻസ് ആണ്. ഇന്ത്യൻ മേക്ക് വെച്ച് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് സ്മൂത്തസ്റ്റ് ആണ് കേട്ടോ. NS200 കാട്ടി സ്മൂത്തറായിട്ട് റൺ ചെയ്ത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അതൊക്കെ NS200, N250 അവർ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന ഹാൻഡ്ലിങ്, ബ്രേക്കിംഗ് ആൻഡ് ദാറ്റ് ഫണ്ണാണ്. ആ 0 to 40 ഇൻ സിറ്റി ആക്സലറേഷൻ കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ് ഫീലിംഗ്. പക്ഷെ നേരത്തെ അതിന് ക്ലിപ്പ് ഓൺസ് ആയിരുന്നു. എനിക്ക് ആ ക്ലിപ്പ് ഓൺസാണ് കുറച്ചുകൂടി ഇഷ്ടം. ഇതിപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാൻ നോക്കിയുണ്ട്. പിന്നെ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കും കൊടുത്തു. ഇപ്പോൾ പുതിയ ട്രെൻഡ് അതാണല്ലോ, എല്ലാവർക്കും അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വേണ്ടത്. ഡസൻ മേക്ക് എ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ റോഡ് ഓണസ്റ്റ്ലി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത്രമാത്രം ചേഞ്ചസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഓൺ ദ റേസ് ട്രാക്ക് ഇത് ഞാൻ ടെസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഡയറക്ഷൻ ചേഞ്ച് ഫ്രണ്ട് ആൻഡ് ഫീലിംഗ് ഇമ്പ്രൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയുകയോട്ടെ. അങ്ങനെ അത്രമാത്രം ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കിൽ നിന്ന് മാറി ഇതിലോട്ട് 37mm അത് മാറിയിട്ട് ഡിഫറൻസ് റൈഡിങ് ടൈമിൽ ഫീൽ ചെയ്യുമ്പോൾ ആ ടയറിൻ്റെ ഫീഡ്ബാക്ക് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. ഓൾമോസ്റ്റ് സിമിലറായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ സ്ട്രീറ്റ് ക്രെഡില്ലേ, നിങ്ങൾ ഓടിച്ചുകൊണ്ടൊക്കെ നോക്കുമ്പോൾ ഗോൾഡൻ ഫോർക്കുള്ള ഒരു സ്പോർട്ടി വണ്ടിയാണ്. സ്പോർട്ടി നേക്കട അഗ്രസീവായിട്ടിരിക്കുന്ന കാല് കണ്ടില്ലേ. ഞാൻ 5'8" ഈ ടാങ്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഹഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി ടോളർ റൈഡേഴ്സ് ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ 6 foot ആണെങ്കിൽ ചിലപ്പോൾ ഈ കാല് ഈ ടാങ്കിൽ വന്ന് തട്ടാം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അതല്ലാണ്ട് ഒരു സീനുമില്ല. ആ ബേസ് ഈ എക്സോസ്റ്റ് കൊണ്ടാണ്. കേട്ടില്ലേ, റവ് ചെയ്ത് വരുമ്പോഴേക്ക് ആ ശബ്ദം കണ്ടില്ലേ. സംതിങ് മച്ച് മോർ ഒരു ബിഗർ CC മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം വരുന്നത്. ഒരു ട്വിൻ സിലിണ്ടർ അല്ലെങ്കിൽ ഇൻലൈൻ 3 പോലത്തെ ശബ്ദമൊന്നുമില്ല. പക്ഷേ എന്നാൽ സിംഗിൾ സിലിണ്ടേഴ്സിൽ നിന്ന് നല്ലൊരു എക്സോസ്റ്റ് നോട്ടാണ് ഇപ്പോൾ TVS ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കൊള്ളാം. പിന്നെ നിങ്ങൾക്ക് ഓൾ ഡേ എവറി ഡേ 80 km/h ട്രാവൽ ചെയ്യാൻ പറ്റും. ടൂറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്യൂൽ എക്കോണമി ഓഫ് 35 to 40 അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഫ്യൂൽ എക്കോണമി കിട്ടും. മര്യാദയൊക്കെ ഓടിച്ചാൽ അക്രമം കാണിച്ച് ഓടിച്ചാൽ 30-35 കിട്ടുള്ളൂ. നിങ്ങൾക്ക് വളരെയധികം അബ്യൂസ് ചെയ്യാൻ പറ്റുന്ന എൻജിൻസ് നമ്മൾ റേസ് ട്രാക്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അക്കാഡമീസിലാണെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന RTR 200s ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ അത്രയും മാത്രം അബ്യൂസ് താങ്ങാൻ പറ്റും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫ്രെയിം ക്രാഷ് ചെയ്തതിന് വലിയ ഡാമേജസ് പെട്ടെന്നൊന്നും ഫ്രെയിമിന് പറ്റില്ല. ഇതിൻ്റെ എൻജിനാണ് ഞാൻ കിടന്നോളൂ. അത്ര കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഓടിക്കോളും. പ്രോപ്പർലി ഇതിൻ്റെ ഓയിൽ ചേഞ്ചസ് ചെയ്താൽ മതി, ഇതിൻ്റെ വാൽവ് ക്ലിയറൻസ് സെറ്റ് ചെയ്താൽ മതി. അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ റിലീജിയസ് ആയിട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഓൾമോസ്റ്റ് ഒരു ബുള്ളറ്റ് പ്രൂഫ് എൻജിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന. ഓൺ ദ റേസ് ഞങ്ങൾ അത്രയും ഉപയോഗിച്ചിട്ട് പണി കിട്ടാത്ത കുറച്ച് വണ്ടികൾ RTR ആണ് കേട്ടോ. RTR ആൻഡ് R15 മോസ്റ്റ്ലി നമുക്ക് പണി കിട്ടാറില്ല. ബാക്കി എല്ലാ മോട്ടോഴ്സും ഈവൻ ദ സുസുക്കി നമ്മൾ കുറേ ഉപയോഗിച്ചത് SF250, Gixxer 250 ഒക്കെ അതിനൊക്കെ മൊത്തം പണിയായത്. സോ അതാണ്. സോ ഓവർ ടൈം TVS ഇത് ഫൈൻ ട്യൂൺ ചെയ്ത് റിലയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ട്യൂൺ വിത്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ വിത്ത് എ ഗുഡ് എക്സോസ്റ്റ് നോട്ടാണെങ്കിലും കണ്ടില്ലേ ആ ത്രോട്ടിൽ റെസ്പോൺസ്. ഇതിൻ്റെ പേര് ഈ RTRൻ്റെ പേര് തന്നെ റേസിംഗ് ത്രോട്ടിൽ റെസ്പോൺസ് എന്നാണ്. അതൊക്കെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് നമുക്ക് അടുത്ത മോഡിലോട്ട് പോകട്ടോ. സ്പോർട്ട് മോഡായി. സ്പോർട്ട് മോഡിൽ എന്താ വ്യത്യാസം? അങ്ങനെ പവറിൽ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ സ്പോർട്ട് മോഡിൽ GTT സെറ്റപ്പ് ഒന്നുമില്ല. ബെറ്റർ ബ്രേക്കിംഗ്, ABSൻ്റെ ബ്രേക്കിംഗ്, ആ ABSൻ്റെ ഇൻ്റർവെൻഷൻ കുറച്ചുകൂടി മാറ്റും കേട്ടോ. കുറച്ചുകൂടി ബെറ്റർ ബ്രേക്കിംഗ് കിട്ടും. അക്രമം കാണിച്ചൊക്കെ ഓടിക്കുവാണെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പോർട്ട് മോഡിലിട്ട് ഓടിക്കാം. നല്ല രസമുണ്ടാ എക്സോസിനോട്ട് ഇട്ട് ഓടിക്കാൻ. പിന്നെ എർഗണോമിക്സ് ഞാൻ പറയാം, ഫ്രണ്ടിലോട്ട് കുറച്ച് ലീൻ ചെയ്തിരിക്കുക, കാല് കുറച്ച് ബാക്കിലോട്ട് ഇരിക്കുന്ന പോലത്തെ ഫീലിംഗ് കിട്ടുന്ന കുറച്ച് ബാക്കിലോട്ടാണ്. അത് കോർണർ ചെയ്യുമ്പോൾ ഫുഡ് പാക്ക് വരില്ല. പക്ഷേ എവറി ഡേ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സ്പോർട്ടി മോട്ടോർ സൈക്കിളിൻ്റെ ഫീലിംഗ് ആയിട്ട് ഇത് കിട്ടുന്നത്. കാല് ബാക്കിലോട്ടാണ് വെച്ചിരിക്കുന്നത്. സെറ്റാ കോർണറിങ്ങിന് വേണ്ടിയുള്ള വണ്ടിയാണ്. നിങ്ങൾക്കൊരു എവറി ഡേ യൂസ് ആൻഡ് ഫോർ കോർണറിങ് ട്രാക്കൊക്കെ ഓടിക്കാൻ വല്ലപ്പോഴൊക്കെ വന്ന് ഗോ കാർട്സ് ഒക്കെ ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മോട്ടോർ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോട്ടോർ സൈക്കിൾ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. അതാണ് ഇറ്റ്സ് റിയലി ഗുഡ് മോട്ടോർ സൈക്കിൾ കേട്ടോ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ടാങ്കിൻ്റെ ഈ പോർഷനൊന്നും വൈബ്രേഷൻ ഇല്ല, ഹീറ്റിങ്ങില്ല. ഇത്ര നേരം നമ്മൾ ഓടിച്ചിട്ട് യാതൊരു ഹീറ്റിങ്ങും ഇല്ല. ആ 5500 RPM ആണ് സ്വീറ്റ് സ്പോട്ട് കേട്ടോ. 80 km നിങ്ങൾക്ക് ടൂർ ചെയ്യുകയാണെങ്കിൽ ടൂർ ചെയ്യാൻ പറ്റും. 100+ ടൂർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് എഞ്ചിന് സ്ട്രെയിനാണ്. അപ്പോൾ നിങ്ങൾ സ്പ്രോക്കറ്റിംഗ് മാറ്റേണ്ടി വരും. ആ ബാക്ക് സ്പ്രോക്കറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ടീത്ത് ചേഞ്ച് ചെയ്യേണ്ടി വരും. ബാക്ക് സ്പ്രോക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ ടീത്ത് കുറക്കണം, ഫ്രണ്ട് സ്പ്രോക്കറ്റ് ആണെങ്കിൽ ടീത്ത് കൂട്ടണം. അതിന് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കിട്ടും കേട്ടോ. പഴയ 160യുടെ
സ്പ്രോക്കറ്റ് എടുത്ത് ആക്കാനിടാണ്ട് ഇത് ചെറിയ ടീത്ത് എടുത്ത് ഇട്ടിട്ട് കുറച്ചുകൂടി ബെറ്റർ ഫോർ ടൂറിങ് ആക്കി കൺവേർഷനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേർപ്പസ് മെയിൻലി ഫോർ സിറ്റിയാണ്. നിങ്ങൾക്ക് എവറി ഡേ അല്ലേ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ടൂറിങ് എല്ലാ തവണയും ആൾക്കാർ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ടൂർ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ സ്പ്രോക്കറ്റ് മാറ്റി ഒരു ബാക്കിൽ ചെറിയ സ്പ്രോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ടൂർ ചെയ്യാനും പറ്റും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ 90-95 അറ്റ് ലെസർ RPM റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എഞ്ചിന് സ്ട്രെയിൻ ഇല്ലാണ്ട് കൂടുതൽ ഫ്യൂൽ എക്കോണമി കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. ഇതിപ്പോൾ കറൻ്റ്ലി അവർ ചെയ്തിരിക്കുന്നത് ഫോർ ആക്സലറേഷനാണ്. അക്രമത്തിന് വേണ്ടിയുള്ള ട്യൂണിങ്ങാണ് കൊടുത്തിരിക്കുക. ഗോ കാട്ടൊക്കെ ഓടിക്കാൻ ഫ്രം ദ സ്റ്റോക്ക് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി ഗോ കാട്ടൊക്കെ ഓടിക്കാൻ സെറ്റപ്പാണ് കേട്ടോ. നെട്ടിച്ചളയും. അതാണ് ആ ക്ലിപ്പോണുള്ള മോഡൽ. എസ്പെഷ്യലി ഞാൻ എൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം, ഞാൻ വീണ്ടും ഇട്ട് കാണിച്ചു തരാം. അത്രയും സെറ്റപ്പിൽ ലീൻ ചെയ്യാൻ പറ്റും. അത്രയും വലിയ ടയേഴ്സൊന്നുമല്ല, ചെറിയ ടയേഴ്സാണ്. ഫ്രണ്ടിൽ 90, ബാക്കിൽ 110 സെക്ഷൻ ടയേഴ്സ് ഇട്ടിട്ടാണ് കേട്ടോ റേസ് നടത്തുന്നത്. ആക്രമം ഞാൻ കാണിച്ച റേസാണ്. ആ റേസ് ഞാൻ ജയിച്ച 2 സെക്കൻഡ്സ് ലീഡിനൊക്കെയാണ് ഞാൻ ജയിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ വണ്ടി കിട്ടിയപ്പോൾ തന്നെ ഞാൻ റേസിംഗ് സ്റ്റാർട്ട് ചെയ്ത ഫ്രം എ നേക്കഡ് മോട്ടോഴ്സ്. ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്ത് ഡ്യൂക്ക് 390, NS 200 അതിൽ നിന്ന് വന്ന ഒരാൾ. ബാക്കി മിക്കതെന്ന് പറഞ്ഞാൽ R15 പ്രോപ്പർ ട്രെയിനിങ് ആയിട്ട് വന്ന ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ നേക്കഡ് മോട്ടോർ സൈക്കിൾസിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കറിയാം നേക്കഡ് മോട്ടോർ സൈക്കിൾ ഒരു സ്പോർട്ട് മോട്ടോർ സൈക്കിൾ പോലെ ഓടിക്കാൻ ആ ഒരു കുറച്ചൊരു ഡിഫറെൻറ്റ് മത്താപ്പ് അപ്രോച്ച് ഉണ്ട്. ആ വണ്ടി നമുക്ക് കുറച്ചും കൂടി നേരെ വെച്ചിട്ട് നമുക്ക് സ്പോർട്ട് ബൈക്ക് ചെയ്യണമല്ലോ അത്രയും ലീനാക്കാൻ പറ്റില്ല. വണ്ടി നേരെ വെച്ച് നമ്മൾ ഇറങ്ങണം, എന്നിട്ട് ത്രോട്ടിൽ കൊടുക്കുക. ആദ്യം ആരാ ത്രോട്ടിൽ കൊടുക്കുന്ന അവനാണ് കൂടുതൽ ഡ്രൈവ് എക്സിറ്റ് കിട്ടാൻ പോകണം. ആ സെറ്റപ്പ്. അപ്പോൾ വണ്ടി നേരെയാണെങ്കിൽ വണ്ടി കൂടുതൽ ഗ്രിപ്പ് ഇട്ട്, ടയർസ് മോട്ടോർ സൈക്കിൾ അപ്രൈറ്റ് ആണെങ്കിൽ ബെറ്റർ ഗ്രിപ്പ് ഇട്ട് ബെറ്റർ ടയർ കോൺടാക്ട് പാച്ച് കിട്ടും. അപ്പോൾ എനിക്ക് ഏർലിയറായിട്ട് ത്രോട്ടിൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ റേസിംഗ് ടെക്നിക്സാണ് മക്കളെ. ഇതാരും പറഞ്ഞുതരാൻ പോകുന്നില്ല. ഇതെവിടെയും നിങ്ങൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ കണ്ടില്ലേ ഇൻസൈറ്റ്. ഇത് ഞാൻ TVS എഞ്ചിനീയർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പം കൊള്ളാമല്ലോ അത്. അങ്ങനെ ഞാൻ TVS ആയിട്ട് ഒരു കൊളാബറേഷൻ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, കുറേ ടെക് ഷെയറിങ്. എനിക്ക് കുറേ കാര്യങ്ങൾ അവിടെ എഞ്ചിനീയേഴ്സ് പറഞ്ഞത് ഇതാണ് സാധനം, ഇങ്ങനെ സാധനം, ഇഗ്നീഷ്യൻ്റെ സെറ്റപ്പൊക്കെ ഇങ്ങനെ റീടാർഡ് ചെയ്യാൻ കുറച്ചൊന്ന് അഡ്വാൻസ് ചെയ്യാൻ പറ്റും. ഇഗ്നീഷ്യൻ ബെറ്റർ ഫ്ലെയിം പ്രൊപ്പഗേഷന് വേണ്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ റിവ്യൂ ഒന്നും അങ്ങോട്ട് മാറിപ്പോവുക. എന്താ നോക്കണേ, സോറി. ഇത് കുറച്ച് അൺഫിൽറ്റേർഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടോ. റെയിൻ മോഡിൽ ഭയങ്കര ABS സെൻസിറ്റീവാണ്. അത് വേണ്ട. എർബൻ മോഡിൽ നമുക്ക് GTT കിട്ടും. എർബൻ മോഡിൽ സെക്കൻഡ് ഗിയർ ഫസ്റ്റ് സെക്കൻഡിലൊക്കെ പുഷ്പം പോലെ ഓടിക്കാം. പക്ഷേ അതിൻ്റെയും കൂടി ആവശ്യമില്ല. എൻ്റെ ഗിയറിങ് അത്രയും ഷോർട്ട് ആയതുകൊണ്ട് 4th ഗിയറിലൊക്കെ ഇട്ട് സിറ്റി ഓടിക്കാം. ഫിഫ്ത്തിലോട്ട് ഞാൻ വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്ന് കൈയെടുത്ത് അവിടെ നിന്ന് പുള്ളി ചെയ്ത് കയറും. അതാ ലേസി ആയിട്ട് ഓടിക്കാൻ പറ്റും ഈ വണ്ടി. സെറ്റപ്പ് വണ്ടിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതൊരു അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിളാണ്. ട്രൂലി അണ്ടർ റേറ്റഡ്. എന്തായാലും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക്. എന്തായാലും പോയി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ്, ഇതെനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോട്ടോർ സൈക്കിളാണ്. കുറച്ച് ബയസ്ഡ് ആയിട്ടൊക്കെ തോന്നാം, പക്ഷേ കാര്യം പോലെ പറയണം. പിന്നെ N250 നല്ല ബ്രില്യൻ മോട്ടോർ സൈക്കിൾ, കുറച്ചുകൂടി കൂടുതൽ പവർ ഉണ്ട്. ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിലാണ് വരുന്നത്. പക്ഷേ അതിന് ഇതിൻ്റെ അത്ര ഹാൻഡ്ലിംഗ് ഇല്ല. നല്ല വണ്ടിയാണ്, സെറ്റപ്പാണ്, ഓടിക്കാൻ എവറി ഡേ യൂസിന് നല്ല വണ്ടി. ഇതിനെക്കാട്ടിയും ഐ തിങ്ക് കുറച്ചുകൂടി പവർ ഉണ്ട്, ബെറ്റർ സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്, ബെറ്റർ വണ്ടിയാണ്. പക്ഷേ അതൊക്കെ ഒരിക്കലും നിങ്ങൾക്ക് ട്രാക്കിൽ ഓടിച്ച ഒരു യാതൊരു ഫീലിംഗ് കിട്ടില്ല. സോ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് തിരിച്ച് മോട്ടോർ സൈക്കിൾ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റപ്പ് കൊള്ളാട്ടോ. അപ്സൈഡ് ഡൗൺ ഫോർക്ക് വലിയ ചേഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ അത് ട്രാക്കിൽ ഓടിച്ച് അത്രയും പുഷ് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർ ടയേഴ്സ് ഇട്ട് പ്രോപ്പർ ടയർ പ്രഷറൊക്കെ സെറ്റ് ചെയ്ത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കോർണേഴ്സിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഇൻഡെപ്ത് ആയിട്ട് അത്രയും മാത്രം ഒരു അപ്സൈഡ് ഡൗൺ ഫോക്കിന് ചേഞ്ച് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ R15 V3 V4 വന്ന് നമ്മൾ ട്രാക്കിൽ ഓടിച്ചപ്പോൾ ആ ചേഞ്ച് മനസ്സിലായി. V4 കുറച്ചുകൂടി സ്ലോവർ ആയിട്ട് ആ കോർണറിലോട്ട് ടിപ്പിങ് ചെയ്യുന്ന, പക്ഷേ V3 ഫാസ്റ്റായിട്ട് ടിപ്പിങ് ചെയ്യും. പക്ഷേ ബെറ്റർ ഫീലും ഫീഡ്ബാക്ക്, ആ അപ്സൈഡ് ഡൗൺ ഫോർക്കിൻ്റെ ആ റിജിഡിറ്റി, ആ ടയർ എന്താ ചെയ്യുന്നത്, ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന, ആ ടയർ എന്ത് ആക്ഷൻ വിത്ത് ദ ഗ്രൗണ്ട് ചെയ്യുന്നു, അത് മനസ്സിലാക്കാൻ ഓൺ ദ റേസ് ട്രാക്കാണ് നമുക്ക് പറ്റുന്നത് കേട്ടോ. അതേപോലെ ഇത് നമുക്ക് റേസ് ട്രാക്ക് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ സെറ്റപ്പ് വെച്ച് നോക്കിയാൽ ഇത് ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഫോർക്കല്ല, ജസ്റ്റ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് പ്ലഷ്നെസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എവറി ഡേ യൂസേജിനാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്റ്റിഫ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടില്ല. എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത്. മാത്രം റിയർ ഷോക്ക് എപ്പോഴും ആൾക്കാർ പറഞ്ഞിട്ട് കുറച്ചൊന്ന് ഹാർഡ് സൈഡ് അത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ റേസിങ്ങിൽ ഓടിക്കാനാണെങ്കിൽ, ട്രാക്ക് ഓടിക്കാൻ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ കുറച്ചൊരു ഹാർഡ് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ലൈൻ കീപ്പ് ചെയ്യാനാണെങ്കിൽ കോർണറിൽ പോയാൽ ആ ലൈൻ കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ബാക്ക് ഫിഷ് ടെയിലടിക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ ബാക്ക് ഇപ്പോൾ ഇങ്ങനെ ഫിഷ് ടെയിലൊക്കെ അടിച്ച് നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. കുറച്ച് ഹയർ സ്പീഡിലൊക്കെ ഹയർ സ്പീഡിൽ ഓടിക്കേണ്ട മോട്ടോർ സൈക്കിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ല കേപ്പബിലിറ്റി ഉള്ള വണ്ടി. അത് മിക്ക ഈ മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ട്രാക്കൊന്നും ഓടിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ TVSൻ്റെ 1 മേക്ക് ചാമ്പ്യൻഷിപ്സ് നടക്കുന്നുണ്ട്. TVSൻ്റെ
ടി വി എസിൻ്റെ തന്നെ അപ്പാച്ചി ഓണേഴ്സിന് വേണ്ടി അവർ റേസിംഗ് സീരീസ് ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റി നടക്കുന്നു. നിങ്ങൾക്ക് റേസർ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പാച്ചി എടുത്തതിന് അല്ലെങ്കിൽ RTR 200 അല്ലെങ്കിൽ RTR 310 ഒക്കെ എടുക്കുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ ടു റേസിംഗ് അവിടെ 1 മേക്ക് ചാമ്പ്യൻഷിപ്പിലൊക്കെ അവിടെ 1 മേക്ക് ചാമ്പ്യൻഷിപ്സിലോട്ട് ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഓണേഴ്സ് കാറ്റഗറി ഉണ്ട്. അതിൽ പോയിട്ട് വേറെ അപ്പാച്ചി ഓണേഴ്സായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ചാമ്പ്യൻഷിപ്സ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇൻ ടു റേസിംഗ് ആയിട്ട് അഫോർഡബിൾ ആയിട്ട് ഇറങ്ങണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, റൈഡിങ് ഗിയേഴ്സും ജാക്കറ്റ്സും ഹെൽമെറ്റ് സൂട്ടൊക്കെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യലായിട്ട് 1 മേക്ക് റേസ് വണ്ടി വരും തന്നിട്ട് ഓടിക്കുന്ന ഇവൻ്റാണ്. അടിപൊളി സെറ്റപ്പ് ഇവൻ്റ് ദിസ് ഇയർ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇറ്റ്സ് എ ബ്രില്യൻറ്റ് എഞ്ചിനാണ്, ഭയങ്കര ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ്. ഫോർ എവറി ഡേ യൂസ് ആണെങ്കിലും ഫോർ ഗോക്കാർട്ട് ആണെങ്കിൽ ട്രാക്ക് ഓടിക്കാൻ സെറ്റപ്പ് എഞ്ചിനാണ്. വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ ഉണ്ട്. അറ്റ് ഹയർ RPM വൈബ്രേഷൻ ഫീൽ ചെയ്യും. സിംഗിൾ സിലിണ്ടർ മാത്രം അതിനെ കുറിച്ച് പീക്ക് റെവ് ഹാപ്പി ടു റെവ് നേച്ചർ അങ്ങനെ ഹയർ ആയിട്ട് റെവ് ചെയ്യുന്ന സിംഗിൾ സിലിണ്ടേഴ്സിൽ വന്ന എല്ലാ പ്രശ്നവും ഇതിനുണ്ട്. ആ ഫുഡ് പെഗിൽ വൈബ്രേഷൻ ആണെങ്കിൽ ബാറിൻ്റെ വൈബ്രേഷൻ ആണെങ്കിൽ ഈ പോർഷനിലൊക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അത് നോർമലാണ് ഫോർ എ സിംഗിൾ സിലിണ്ടർ. പക്ഷേ നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ എപ്പോഴായിട്ട് ലോവർ RPMത്തിലൊക്കെ ഓടിക്കും, ബിലോ 5000 ബിലോ 5.5K ഒക്കെ ഓടിക്കാൻ അത് അത്രമാത്രം ഡിസ്റ്റർബിംഗ് ആയി ഫീൽ ചെയ്യില്ല. വൈബ്രേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ എന്നാലും ഡിസ്റ്റർബിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. മാത്രമല്ല ഗ്ലൈഡ് ത്രൂ ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. സിറ്റി റൈഡിങ് മച്ച് മോർ ഈസി, ഹെവി ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടി TVS അങ്ങനെ കുറേ മത്താപ്പെടുന്നത്. ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്സ് അപ്ലൈ ചെയ്യുക വിത്തൗട്ട് ദ ഫിയർ ഓഫ് ലോക്കിംഗ് അപ്പ്. നല്ല സേഫ് മോട്ടോർസൈക്കിൾ മാത്രമല്ല ഒരു റേസ് ടൂൺ സ്ലിപ്പർ കച്ചും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ റിയർ വീൽ ലോക്കിംഗ് ഹോപ്പിംഗ് പ്രിസൈസ് ആയിട്ടാണ് ആ ഡിസ്കണക്ട് ചെയ്യുന്നിട്ട് റിയർ വീൽ ടു ദ എഞ്ചിൻ ആ ഡിസ്കണക്ട് ചെയ്യുന്ന ഭയങ്കര സീംലെസ് ആയിട്ടാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്ലിപ്പർ കച്ച് ഇൻ ദ സെഗ്മെൻ്റ് ആണ് TVS പ്രൊവൈഡ് ചെയ്യുക. സെറ്റപ്പ് നോട്ട് ഓൾ സ്ലിപ്പർ കച്ചസ് ആർ ഈക്വൽ, അതെനിക്ക് എപ്പോഴും പറയാണ്ട്. എല്ലാ സ്ലിപ്പർ കച്ചാൽ ഈക്വൽ ആണെന്ന് വിചാരിക്കുന്നത്. ചിലതിൻ്റെ ട്യൂണിങ് അതിൻ്റെ റാംസ് ആണെങ്കിൽ അത് ഉപയോഗിച്ചൊക്കെ സ്പ്രിങ്സ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ സെറ്റപ്പ് മാറും തോറും കുറച്ചൊക്കെ ഡിഫറൻസ് വരും കേട്ടോ. വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ റാം ഡിസൈൻ, അതിൻ്റെ ആംഗിൾ കൊടുത്ത് എത്രമാത്രം ആ സ്ലിപ്പർ കച്ചിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പിലൊക്കെ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. എൻ്റെ റാം കൺസ്ട്രക്ഷനിലാണ് കൂടുതൽ ചേഞ്ച് വരുന്നത്. എത്ര ഡിഗ്രിയിൽ വെക്കണം, എത്രത്തോളം അത് സ്ലിപ്പ് ചെയ്യണം, ടു അലൗ റിയർ വീൽ സ്ലിപ്പേജ് എത്ര ചെയ്യണം, അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ അന്ന് പണ്ട് TVS ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ എൻ്റെ ഇരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. സെറ്റപ്പ് ആണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് അബൌട്ട് ദ മോട്ടോർ സൈക്കിൾ. മര്യാദക്ക് ഓടിച്ചൊരു 40 കിലോമീറ്റർ ടു ലിറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടുന്ന, പക്ഷേ മര്യാദക്ക് ഓടിക്കണം. മിക്കവരും ഈ മോട്ടോർ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ടു റെവല്ലേ. അപ്പോൾ കൈ കൊടുത്തു അറിയാണ്ട് തന്നെ കൈ കൊടുത്തു, അപ്പോൾ അതേ ഫ്യൂൽ എക്കോണമി കിട്ടില്ല. ഒരു 30-35 ഒക്കെ 30-35 ഇൻ ദ സിറ്റിയാണ് കിട്ടുന്നത്. ഒന്ന് ഹൈ വേസ് മര്യാദക്ക് ഒരു 80-85 അറ്റ് 5000 RPM 5th ഗിയറിലിട്ട് ഓടിച്ചാൽ യാതൊരു സീനില്ല. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ ഗിയറിംഗ് ആണ് കുറച്ച് ഷോർട്ടറിലാണ് കൊടുത്തത്. അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ 5th ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ഓവർ ഡ്രൈവ് എന്നല്ല, ഏകദേശം 1.01225 എന്തോ ആണ് അതിൻ്റെ കറക്റ്റ് ഗിയർ റേഷ്യോ കൊടുത്തത്. അതെന്ന് പറഞ്ഞാൽ ഓൺ ദ ഷോർട്ടർ സൈഡാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫോർ ആക്സലറേഷന് വേണ്ടിയുള്ള സ്ഥലം, സിറ്റി യൂസേജ്, ഗോക്കാർട്ട് യൂസേജ് ആ സെറ്റപ്പിനൊക്കെ അടിപൊളി. പക്ഷേ ടൂറിങ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ഷോർട്ടർ ഗിയറിംഗ് ഉള്ള ഫീലിംഗ് കിട്ടും കേട്ടോ. ആ 5th ഒരു എക്സ്ട്രാ 6th ഗിയർ ഉണ്ടെങ്കിൽ സന്തോഷം. അതിനെ കുറേ പേര് പറയാൻ റീസൺ അതുകൊണ്ടാണ്. സർവീസിൻ്റെ കാര്യം പറയും, ഇൻ കൊച്ചിൻ TVS പ്രൊവൈഡ് ചെയ്യുന്ന ആഡ്വക്കേറ്റ് സർവീസാണ്. ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ RTR 310 ഒക്കെ അവിടെ സർവീസ് ചെയ്ത് ഇതുവരെ എനിക്കൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. സ്കൂട്ടേഴ്സ് ആണെങ്കിൽ അവിടെ നിന്ന് സർവീസ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് സർവീസ് സർവീസ് ചെയ്യുന്ന അതിൽ മാത്രം പ്രശ്നമൊന്നും വലിയൊരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്രമാത്രം എൻ്റെ ഫ്രണ്ട്സൊക്കെ മിക്കവരും അവിടെ നിന്ന് തന്നെ കൊച്ചിൻ TVS വൈറ്റ്ലയിലാണ് സർവീസ്. അവിടെ വലിയ പ്രശ്നമൊന്നും ഫേസ് ചെയ്യില്ല. ഈ മോട്ടോർ സൈക്കിൾ നമ്മൾ എടുത്ത ഫ്രം കൊച്ചിൻ TVS ആണ് കേട്ടോ. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കിയാൽ NS 200 ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന N250 ഈ കാറ്റഗറി അത്രയും മാത്രം മോട്ടോർ MT15 ആയിട്ട് ഒരു ആൾക്കാർ ഇതിനെ കമ്പയർ ചെയ്യാണ്ട് സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇസ് ഇറ്റ് സ്റ്റിൽ വർത്ത് ഇറ്റ് ഫോർ ദറ്റ് പ്രൈസ്? ഓൺ റോഡ് 1.95 lakhs ഓൺ റോഡ് കൊച്ചി വരും. ഇസ് ഇറ്റ് സ്റ്റിൽ വർത്ത് ദാറ്റ് പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ ചോദിക്കാൻ നിങ്ങൾക്ക് നല്ല ട്രാക്ക് മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് ഗെറ്റിംഗ് ഇൻ ടു ട്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അറ്റ് ആൻ അഫോർഡബിൾ പ്രൈസ്. R15 V3 ഒക്കെ ഇപ്പോൾ അബൌട്ട് 2 lakhs പോയിട്ടുണ്ട്. കുറച്ചും കംഫർട്ടബിൾ ആയിട്ട് മോട്ടോർ സൈക്കിൾ എവറി ഡേ യൂസ് ചെയ്യാനും മാത്രമല്ല വീക്കെൻഡ്സ് ആണെങ്കിൽ ചിലപ്പോഴൊക്കെ ഒന്ന് ട്രാക്കിൽ പോയി ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ RTR 200 സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ. അതാ പറയാനുള്ളൂ. ഇത് ഓടിച്ചാലേ മനസ്സിലായി. എസ്പെഷ്യലി ഓൺ ദ ഗോക്കാർട്ട്. നമ്മൾ ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ ക്ലാസ്സസൊക്കെ അറ്റ് തൃശ്ശൂർ സ്പീഡ് വേയിൽ നമ്മുടെ ചെറിയ ഗോക്കാർട്ടിൽ വരെ കണ്ടക്ട് ചെയ്യുന്നു. വന്ന് ഓടിച്ചു. അപ്പോൾ ഈ RTR 200ൻ്റെ കേപ്പബിലിറ്റി അപ്പോഴാണ് മനസ്സിലാവുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു റേസ് ട്രാക്ക് പേർപ്പസ് ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഗോക്കാർട്ടിൽ പോയി ഓടിക്കാൻ പ്ലാൻ ഇല്ല. ബെറ്റർ റൈഡർ ആകും, ബെറ്റർ കോർണറിങ് സ്കിൽസ് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ദ മോട്ടോർ സൈക്കിൾ ഡസൻ മേക്ക് സെൻസ്. സിറ്റി മാത്രമേ ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദർ ആർ മച്ച് ബെറ്റർ മോഡൽ. RTR 160 തന്നെ നല്ലൊരു ഓപ്ഷനാണ്, ബെറ്റർ ഓപ്ഷനാണ്. ഇതിന് കുറച്ചുകൂടി പവർ ഉണ്ട്, കുറച്ചുകൂടി ഫൺ ഓൺ ദ ഗോ കാർട്ട്സ് ആണ്. ശരിക്കും ഓടിക്കുക എന്ന് പറഞ്ഞാൽ ടൈറ്റർ ടേൺസ് കുറച്ച് ഹയർ സ്പീഡിൽ എൻ്റർ ചെയ്യാൻ ദ RTR 200 ഡസ് ഇറ്റ് സോ ഗുഡ്. അത് ശരിക്കും ഓടിച്ചാൽ ഇപ്പോൾ ഞാൻ കുറേ ഡിഫറെൻറ്റ് ട്രാക്ക് ചെയ്താണെങ്കിൽ ഡിഫറെൻറ്റ് കോർണർ ലേ ഔട്ട്സിൽ എങ്ങനെ ഈ RTR 200 അഡ്വാൻറ്റേജ് പറഞ്ഞാലും യു ഹാവ് ടു റൈഡ് ഇറ്റ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. സോ നമ്മൾ ട്രാക്ക് ഡേയ്സ് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ സ്വന്തമായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് ഒരു RTR 200 ഡിഫറെൻറ്റ് മോട്ടോർ സൈക്കിൾ ഒരു കുറച്ചും കൂടി ഷോർട്ട് വീൽ ബേസ് അല്ല കുറച്ചും കൂടി അഗ്രസീവ് റേക്ക് ആംഗിളുള്ള മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ.
സോ എല്ലാം കൂടി ചുരുക്കി പറയുമെന്ന് പറഞ്ഞാൽ ആർട്ടിയ 200 ഇസ് എ വെരി അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിൾ. ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ. പക്ഷേ ഇഫ് യു ലൈക്ക് ടു കോർണർ ചെയ്യാൻ ഇഷ്ടം, കുറച്ച് അക്രമം കാണിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ ടു ഗെറ്റ് ഇൻ 2025. ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നിട്ടുണ്ട്, പ്രോപ്പർ ഹാൻഡ് ബാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ക്ലിപ്പ് ഓൺസ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടാ, മോർ ഓഫ് എ ക്ലിപ്പ് ഓൺ ഗൈ സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ, പക്ഷേ എന്നാലും ഓവർ അപ്രൈറ്റ് ഒന്നുമല്ല. കുറച്ചൊന്ന് കിടന്ന് ഓടിക്കുന്നവർക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെടും. എന്നാൽ അത്രമാത്രം അൺകംഫർട്ടബിൾ R15 പോലെ അത്രമാത്രം അൺകംഫർട്ടബിൾ ഒന്നുമില്ല. സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ. സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ട്രാക്കായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സസ്പെൻഷനെ കുറിച്ചാണെങ്കിലോ ECU ട്യൂണിങ്ങിനെ കുറിച്ചാണെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.